ഹലോ എവരിവൺ, വെൽക്കം ടു അമീസ് അക്കാഡമി. KWE എക്സാം 2026 സെപ്റ്റംബർ 16 നടക്കാൻ പോവുകയാണ്. സോ ഏകദേശം ഒരു 45 to 47 ഡേയ്സ് ആണ് നമുക്കിനി ഉള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെക്കാനിക്കലിൻ്റെ സൈഡ് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ടിൽ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഇനി ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഡീറ്റെയിൽഡ് കവറേജ് അല്ല. കാരണം നമുക്കിനി ആകെ ഒരു 45 ഡേയ്സേ ഉള്ളൂ. അതിൽ ഇത്രയും വലിയ ഒരു സിലബസ് കവർ ചെയ്യുക എന്നുള്ളത്, കംപ്ലീറ്റ്ലി കവർ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പലപ്പോഴും വിളിച്ചവരോടും പറയുന്ന ഒരു കാര്യം, മാർക്ക് സിലബസ് കവർ ചെയ്യുക എന്നതല്ല നിങ്ങളുടെ പ്രൈമറി ഉദ്ദേശം. നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഏത് ലെവലിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് നമുക്കിനി വേണ്ടത്. അല്ലാതെ ഞാൻ 100 മാർക്കിന്റെ സിലബസ് കവർ ചെയ്തു, പക്ഷെ എനിക്ക് ആകെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് 20 മാർക്ക്, അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഒരുപാട് നെഗറ്റീവുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല നടത്തുന്നതെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഇപ്പോൾ ഗ്രേഡ് 3 ലെവൽ മുതലേ എല്ലാ എക്സാംസിനും ചോദിച്ചു വരികയാണ്. മാത്രമല്ല വാട്ടർ അതോറിറ്റി ഒക്കെ ആകുമ്പോൾ പ്രോബ്ലംസ് നല്ല ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെക്കാനിക്കൽ സിലബസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരുടെയും സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ടൈം എനിക്കറിയില്ല. ഏകദേശം ഞാനിവിടെ വിചാരിക്കുന്നത് ഒരു ഡെയിലി ഒരു 2.5 to 3 hours എങ്കിലും മെക്കാനിക്കലിനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മിഷൻ 45ലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം സിലബസ്. ഇവിടെയാണ് മറ്റൊരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. സിവിലും മെക്കിലും കോമൺ ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൊഡ്യൂൾസിന്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് സിവിലിന്റെ ഭാഗമായിട്ട് മൊഡ്യൂൾ 1 കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്. മൊത്തം 4 മാർക്കാണ്. അപ്പൊ ഞാനൊരു ഈക്വൽ വെയിറ്റേജ് എന്നുള്ള ഒരു അസംഷനിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന് 2 മാർക്കും സ്ട്രക്ചറൽ അനാലിസിന് 2 മാർക്കും എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ 2 മാർക്ക് ഇവിടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മൊഡ്യൂൾ 9 വരുന്നുണ്ട്. അത് മെക്കാനിക്കലിന്റെ സിലബസിന്റെ ഭാഗമായിട്ടാണ്. ആക്ച്വലി 8 മുതൽ 12 വരെയുള്ള മൊഡ്യൂൾസ് ആണ് മെക്കാനിക്കൽ സൈഡിലായിട്ട് ഇട്ടിരിക്കുന്നത്. പക്ഷെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയുന്നത് മാത്രം. അപ്പൊ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന് 4 മാർക്ക് ടോട്ടൽ വെയിറ്റേജ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അതിൽ നിന്നും ഒരു 2 മാർക്ക് നമുക്ക് എന്തിനെ എക്സ്പെക്ട് ചെയ്യാം? ഈ പറഞ്ഞ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കാര്യം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിരിക്കുന്നത് സിവിലിന്റെ സൈഡിലാണ്. പക്ഷെ അഗെയിൻ അതിന്റെ കൂടെ വാട്ടർ റിസോഴ്സിന്റെ മറ്റ് സബ്ജക്ട്സും കൂടെ ഇട്ടിരിക്കുന്നത് ടോട്ടൽ 4 മാർക്കാണ്. അഗെയിൻ ഞാൻ ഒരു 2 മാർക്ക് വെയിറ്റേജ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സിനും എക്സ്പെക്ട് ചെയ്യുന്നത് സിവിലിന്റെ സൈഡിൽ നിന്ന്. പക്ഷെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മൊഡ്യൂൾ 11 അതിലും 6 മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. സോ എക്സ്പെക്ടിങ് ഒരു 3 മാർക്സ് ഫ്ലൂയിഡ് മെക്കാനിക്സിനും 3 മാർക്സ് ഹീറ്റ് ട്രാൻസ്ഫറിനും എന്നുള്ള ഒരു അസംഷനിൽ ഞാൻ പോകുകയാണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിന് മാത്രം തന്നെ അപ്പോൾ ഒരു 5 മാർക്ക് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ വരും. ദെൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കമ്പാരിറ്റീവ്ലി എല്ലാവരും സ്കോർ ചെയ്യാൻ പോകുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് ഏകദേശം 3 മാർക്ക് വെയിറ്റേജ് ആണ്. അത് മെക്കാനിക്സ് അതൊരു അഗൈൻ ഒരു എന്താ പറയാ, ഒരു ഓവർലാപ്പ് ചെയ്ത് എടുക്കുന്ന ഒരു സിലബസ് ആണ്. സിവിലിൽ നിന്ന് മെക്കിലേക്ക് ട്രാൻസ്ഫർ വരുന്ന ആ ഒരു സിലബസിന്റെ ഭാഗത്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഇട്ടിരിക്കുന്നത്. സോ 3 മാർക്സ് ആ ഒരൊറ്റ സബ്ജക്റ്റിന് കൊടുത്തിട്ടുണ്ട്. വെരി സിമ്പിൾ സിലബസ്. ഒരു ഓവർസിയർ ലെവൽ മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഇട്ടിട്ടുള്ളൂ. ദെൻ വരുന്ന ഭാഗമാണ് ഒരു കോർ മെക്കാനിക്കലായിട്ട് മാത്രം ഇട്ടിരിക്കുന്ന ഭാഗം. മെറ്റീരിയൽ സയൻസിന്റെ ഭാഗമുണ്ട്. അത് ഒരു 2 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി, അതിൽ 2 ടോപ്പിക്കുകളാണ്. ഗിയേഴ്സ് ആൻഡ് വൈബ്രേഷൻ, ഈ 2 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബാലൻസിങ് ഇല്ല ആക്ച്വലി. ഗിയേഴ്സ് ആൻഡ് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ദറ്റ് ഈസ് 6 മാർക്സ്. ഓക്കെ, 6 മാർക്കാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 6 മാർക്കിൽ 3 മാർക്ക് ഗിയറിനും 3 മാർക്ക് വൈബ്രേഷനും നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ബാലൻസിങ് ആക്ച്വലി വൈബ്രേഷനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, പക്ഷെ അതങ്ങനെ ചോദിക്കാറില്ല. ദെൻ മൊഡ്യൂൾ 12 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അതിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് സബ്ജക്റ്റും കൂടി ഉണ്ട്. അത് പക്ക ഒരു തിയറിയാണ് ഈ ഒരു മൊഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യണത്. പക്ഷെ A ലെവലിലൊക്കെ മെക്കാനിക്കൽ സൈഡിൽ അതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. സോ അതൊരു ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ വെച്ചാൽ മതി. അതിൽ ഈ ഒരു 12ാമത്തെ മൊഡ്യൂളിലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങൾ ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ചാൽ മതി. സമയം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പക്ഷെ അതിൽ തിയറി മസ്റ്റ് ആയിട്ട് നോക്കി പോകണം. 6 മാർക്ക് വെയിറ്റേജ് ഒരു സിംഗിൾ
ഇതിനുണ്ട്. അതിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് പക്ക തിയറിയാണ്, മാനേജ്മെന്റ് HR-ന്റെ റോള് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ സിലബസ്. അപ്പൊ ഞാനൊരു കോമൺ സിലബസും കൂടെ, സിവിലിന്റെ സൈഡിൽ വരുന്ന കോമൺ സിലബസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സിലബസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന് ഇപ്പോൾ മെക്കാനിക്കലിന്റെ സൈഡിൽ 2 മാർക്കും സിവിലിന്റെ സൈഡിൽ 2 മാർക്കും 4 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫ്ലൂയിഡ് മെക്കാനിക്സിന് ഒരു 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ട് ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പൊ നമ്മൾ ശരിക്കും 25 മാർക്സ് ആണ് പറയുന്നെങ്കിലും 29 മാർക്ക് മെക്കാനിക്കൽ, പ്യുവർ മെക്കാനിക്കൽ എന്ന് പറയാൻ പറ്റില്ല, രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് 29 മാർക്ക് നമുക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാവുന്ന പോർഷൻസ് ആണ് മെക്കാനിക്കൽ പ്ലസ് കോമൺ സബ്ജക്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ പറഞ്ഞ ഈ 45 ദിവസം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത്, ലാസ്റ്റ് ഒരു 3 ദിവസം നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നും പഠിക്കാനോ ഒന്നും ചെയ്യരുത്. മാത്രമല്ല ഇവിടെ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു വീക്ക് ഡേയ്സ് പ്ലസ് വീക്കെൻഡ് എന്നുള്ള ഒരു സ്പ്ലിറ്റിങ്ങിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30-ാം തീയതി, അതായത് നാളെയാണ് നിങ്ങൾ ഈ ഒരു പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 12-ാം തീയതി സെപ്റ്റംബർ അവസാനിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ സ്ട്രാറ്റജി അവതരിപ്പിക്കുന്നത്. 12-ാം തീയതി. അപ്പൊ 13, 14, 15 നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിനെ ഒരു റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റിന് കിട്ടും. പക്ഷെ എക്സ്പെക്ട് ചെയ്യരുത് ഇത് മാത്രമാണ് ഞാനിവിടെ റിവിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അല്ല. ഇവിടെ ഏകദേശം ഒരു 13ഓളം വീക്കെൻഡ്സ് എന്ന് പറയുന്നത് വീക്കെൻഡ് ഡേയ്സ് കിട്ടും. വീക്കെൻഡ്സ് എത്ര എണ്ണം കിട്ടില്ല, വീക്കെൻഡ് ഡേയ്സ് 13 എണ്ണം കിട്ടും. ആ 13 ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ, MCQ, പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി മാറ്റി വെക്കണം. കാരണം ഈ റിവിഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു ബ്രാഞ്ചിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്തായാലും റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. അതുകൊണ്ട് റിവിഷന് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാ വീക്കിലും കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പോകണം. ഇനി അടുത്തൊരു കാര്യം, വീക്ക് ഡേയ്സ് ഏകദേശം ഒരു 32 ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. 32 ദിവസം. ഈ 32 ദിവസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കലിന്റെ വെയിറ്റേജ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്ലബ് ചെയ്ത് ഇൻക്ലൂഡിങ് കോമൺ ടോപ്പിക്സ് ഏകദേശം 29 മാർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ 30-ാം തീയതി ജൂലൈ സ്റ്റാർട്ട് ചെയ്യുന്നു, 12-ാം തീയതി സെപ്റ്റംബർ അവസാനിക്കുന്ന രീതിയിൽ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് ആണ് ഞാൻ പറയുന്നത്, അത് ഓരോരുത്തരുടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലാതെ വീട്ടില് മറ്റ് എൻഗേജ്മെന്റ് ഉള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയം കണ്ടെത്തുന്ന പോലെ മാക്സിമം ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അതായത് ഞാനിവിടെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അതിലാദ്യം നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്ലസ് മെഷീനറി. സിവിലിനെ സംബന്ധിച്ച് അത് വളരെ ഈസിയാണ്. കാരണം മിക്കവാറും എക്സാം ഇപ്പൊ തന്നെ അടുത്ത് നിങ്ങളുടെ ഈ ഇറിഗേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഇറിഗേഷൻ എക്സാമിന് നിങ്ങൾ ഓൾറെഡി ഇത് പ്രിപ്പയർഡ് ആയിരിക്കും, അല്ലാത്തവരും ഉണ്ടായിരിക്കാം. പക്ഷെ മോസ്റ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ പേര് പ്രിപ്പയർ ആണെന്നുള്ളതാണ്. പക്ഷെ കെമിക്കൽ മെക്കാനിക്കൽ ബ്രാഞ്ചിനെ സംബന്ധിച്ച് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് എക്സാം നടക്കാത്തത് കൊണ്ട് അവരത് എന്തായാലും പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു ജൂലൈ 30-ാം തീയതി ഒരു ഇനീഷ്യലി ഒരു ഫൗണ്ടേഷൻ സബ്ജക്റ്റ് കൂടിയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അത് പ്ലസ് 30 ജൂലൈ മുതൽ ഒരു 7th ഓഗസ്റ്റ് വരെ എന്ത് ചെയ്യുക, ആ ഒരു സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ 8th 9th ഒരു വീക്കെൻഡ് ആണ് വരുന്നത്. ആ വീക്കെൻഡിൽ അത്രയും ഭാഗത്തെ MCQ റിവിഷൻ, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ, പ്രോബ്ലംസ്, നിങ്ങൾ ഈ പഠിക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾക്ക് MCQ ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഈ വീക്കെൻഡിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. പഠിച്ച് നല്ലപോലെ ഒന്ന് തിയറി ഫോക്കസ് ചെയ്ത് പഠിച്ച് പ്രോബ്ലംസും ഈ 2 ദിവസം റിവിഷനും എല്ലാം എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 8th and 9th ഇതാണ് ഫസ്റ്റ് ഒരു ഫേസ് എന്ന് പറയുന്നത്. ജൂലൈ ടു ഓഗസ്റ്റ് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ എന്തിന് സ്റ്റാർട്ട് ചെയ്യാം, ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്ലസ് മെഷീനറി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് 10th to 12th, അതായത് ഒരു 3 ദിവസം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സബ്ജക്റ്റ് കീപ്പ് ചെയ്യാം. 3 ദിവസം എന്ന് വെച്ചാൽ ഏകദേശം 9 മണിക്കൂർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അഗൈൻ അവിടെയും ചെറിയ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഞാൻ പ്രിഫേർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞുതരാം. പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സ്റ്റാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഒന്നാണ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. ദെൻ ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെർണോളിസ് ഇക്വേഷൻ, വെഞ്ചൂറി മീറ്റർ, അങ്ങനെയുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. പിന്നെ പൈപ്പ് ഫ്ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പൈപ്പ് ഫ്ലോയിലെ ലോസുകൾ, അതുപോലെ തന്നെ സീരീസ് പാരലൽ അറേഞ്ച്മെന്റ്, ഇക്വാലന്റ് പൈപ്പ്. കാരണം ഈ പൈപ്പ് വാട്ടർ അതോറിറ്റി സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പൈപ്പ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്.
സോ പൈപ്പ് ഫ്ലോയിലെ ഒരു പ്രോബ്ലം തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പൈപ്പ് ഫ്ലോ. പ്രത്യേകിച്ച് ലോസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെയാണ് ഓപ്പൺ ചാനൽ ഫ്ലോ. അത് സിവിലിന്റെ സൈഡിലാണ് ഇട്ടിരിക്കുന്നത്. ഓപ്പൺ ചാനൽ ഫ്ലോ സിവിലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കനാലുകൾ അങ്ങനെയുള്ള സ്റ്റഡിയൊക്കെ, നോച്ച് വിയർ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. വെഞ്ചൂറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റ് ട്യൂബ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കാം. പക്ഷെ മെക്കാനിക്കലിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മെഷീൻസ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസ്, ടർബൈൻസ്, പമ്പ്സ്, അതിന്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാം. ഇത്രയും ടോപ്പിക്കുകൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്ലസ് മെഷീനറിയിൽ നല്ലപോലെ പഠിക്കണം. മെഷീനറിയിൽ ഈ പറഞ്ഞ ടർബൈൻസിന്റെ ക്ലാസിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസുകൾ, തിയറി ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, എഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് വേണമെങ്കിൽ ചോദിക്കാം. സ്പെസിഫിക് സ്പീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോറിയേഴ്സ് ലോ ഓഫ് കണ്ടക്ഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി, അതിനെ അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സുകൾ, എങ്ങനെയാണ് ഓരോ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ പഠിക്കേണ്ടത് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ പ്ലെയിൻ വാൾ കണ്ടക്ഷൻ. പ്ലെയിൻ വാൾ കണ്ടക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ ത്രൂ പ്ലെയിൻ വാൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. തെർമൽ റെസിസ്റ്റൻസ്, ആ ഭാഗവും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് ഹീറ്റ് ട്രാൻസ്ഫറിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് 13th and 14th. 2 ദിവസം മതിയാവും ഏകദേശം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മിക്കവാറും പേർക്ക് അത് ഓൾറെഡി അറിയുന്നതായിരിക്കും. പ്രിപ്പറേഷൻ ലെവലിൽ പോകുന്ന ആൾക്കാർക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ ബേസിക്കലി കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ഫോഴ്സ് സിസ്റ്റംസ്, റിസൾട്ടന്റ് ഈക്വിലിബ്രിയം, സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫ്രിക്ഷൻ മേ ബി അതിൽ വരാം. അത്തരം കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റാറ്റിക്സിന്റെ പോർഷൻ മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. സ്റ്റാറ്റിക്സ് ആണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരു 3 മാർക്ക് മാത്രമാണ് വെയിറ്റേജ്. പക്ഷേ ആ ഒരു സിംഗിൾ സബ്ജക്റ്റിന് 3 മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഗെയിൻ 15th to 16th അത് വീക്കെൻഡ് ആണ് വരുന്നത്. അതുകൊണ്ട് ആ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഭാഗങ്ങളിലെ പ്രോബ്ലംസ്, MCQs, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ബേസിക് പ്രോബ്ലംസ് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ലൈക്ക് സെൻട്രോയിഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ബേസിക് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ വീക്കെൻഡിൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഇവിടെയാണ് നമ്മൾ മറ്റൊരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. മുന്നേ പഠിച്ച ഫ്ലൂയിഡ് മെക്കാനിക്സ് വിട്ടു. ആ ഫ്ലൂയിഡ് മെക്കാനിക്സും കൂടെ വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് റിവിഷൻ ചെയ്യുക. അതായത് നിങ്ങൾ ഈ ഫസ്റ്റ് വീക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡന്റ് അല്ലാതിരിക്കുന്ന ഭാഗങ്ങളോ, ചിലവര് പഠിക്കാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടായിരിക്കും, ആ പഠിക്കാൻ പറ്റാത്ത ഭാഗങ്ങളോ അങ്ങനെ സ്കിപ്പ് ചെയ്ത പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടും ഈ വീക്കിൽ ശ്രമിക്കാം. ഓക്കെ, ദെൻ 17th to 21, അപ്പോൾ 17, 18, 19, 20, 21 5 ദിവസം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിക്കാം. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ 2 സൈഡിലും ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഉണ്ട്. സിവിലിന്റെ സൈഡിലും അതുപോലെ തന്നെ മെക്കിന്റെ സൈഡിലും. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ 5 ദിവസം നമ്മൾ വൃത്തിയായിട്ടിരുന്ന് പഠിക്കണം. അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും 22, 23 കാര്യങ്ങൾ. ആ സിംഗിൾ സബ്ജക്റ്റ് ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും സ്കോർ ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഇതിലൊന്ന് നെഗറ്റീവ് പരമാവധി അടിക്കാതെ നോക്കണം. നെഗറ്റീവ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർ ഫീൽഡിലേക്ക് വരുമ്പോഴാണ് നെഗറ്റീവുകൾ വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് സിവിൽ അല്ലെങ്കിൽ കെമിക്കലിന്റെ പോർഷൻസ് വരുമ്പോൾ വേണമെങ്കിൽ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്ര ആള് പുതിയതായിട്ട് പഠിച്ചൊരു സംഭവം. പക്ഷെ SM ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിവിലിനും മെക്കിനും സംബന്ധിച്ച് അതൊരു കോർ സബ്ജക്റ്റ് ആണ്. അതിൽ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു കെമിക്കലാണ്. അപ്പോ അതിലൊന്നും പരമാവധി ഒരു ബഹുഭൂരിപക്ഷം പേരിൽ നെഗറ്റീവ് വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഒരുപാട് പേര് സ്കോർ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെയും നെഗറ്റീവ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. പക്ഷെ സോം വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. അതിലത്തെ പ്രോബ്ലംസ് ആണെങ്കിലും ഏത് ലെവലിൽ ചോദിച്ചാലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുക. അപ്പോൾ 22, 23 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പ്ലസ് ഹീറ്റ് ട്രാൻസ്ഫർ പ്ലസ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിക്കുമ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഏകദേശം അതിലത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരും. മൊമെന്റ് ഓഫ് ഇനർഷ്യ, സെൻട്രോയിഡ് ഒക്കെ അതിൽ വരും. അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് റിവിഷൻ ചെയ്യണമെന്നില്ല. പക്ഷെ ഈ 3 സബ്ജക്ട് ഹീറ്റ് ട്രാൻസ്ഫർ, മെഷീനറി, ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ച സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആ വീക്കിൽ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 3ാമത്തെ വീക്ക് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നേ 2 വട്ടം റിവൈസ് ചെയ്ത ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വിചാരിക്കരുത് 3 സബ്ജക്റ്റ് ഒക്കെ ഞാൻ എങ്ങനെ റിവൈസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഓക്കെ, പിന്നെ വരുന്നത് ഒരു തിയറി സബ്ജക്റ്റ് ആണ് മെറ്റീരിയൽ സയൻസ്. സോ 24ഉം 25ഉം മെറ്റീരിയൽ സയൻസ്.
ഇപ്പൊ ഞാൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് പറയാനായിട്ട് വിട്ടുപോയി. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലില് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ചോദിക്കാം തിയറി ക്വസ്റ്റൻ ആയിട്ട്. പക്ഷെ എനിക്ക് അറിയില്ല അതിന്റെ വെയിറ്റേജ് അധികം വരുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതൊരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. മെയിൻ ആയിട്ട് അറിയേണ്ടത് ബാർസിന്റെ ഭാഗങ്ങൾ. SFD BMD ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. SFD BMD എന്തായാലും പഠിച്ചിരിക്കണം. അതിൽ ഓരോ സ്റ്റാൻഡേർഡ് കേസുകളും അതിന്റെ ഫോർമുലകളും, മാക്സിമം ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ഷിയർ ഫോഴ്സ്, എങ്ങനെയാണ് വേരിയേഷൻസ് വരുന്നത്, അതെല്ലാം എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്ന ഭാഗം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്. മെക്കാനിക്കലിനെ സംബന്ധിച്ച് മെഷീനറിയിൽ വരുന്ന ഭാഗമാണ് ടോർഷൻ, ഷാഫ്റ്റിന്റെ ഭാഗം അല്ലെ ടോർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വ്യക്തമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സുകളാണ്. ഇനി മെറ്റീരിയൽ സയൻസിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് അറിയേണ്ടത് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ കുറെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ക്രിസ്റ്റൽ സ്ട്രക്ചർ അങ്ങനത്തെ കുറെ BCC, FCC, HCP എക്സാമ്പിൾസുകൾ. അതുപോലെ തന്നെ അലോയ്സ് വേണമെങ്കിൽ ചോദിക്കാം. അലോയ്സ് പ്രത്യേകം സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഏതെങ്കിലും അലോയ്, ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് അത് ഏതിന്റെയൊക്കെ അലോയ്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അയൺ കാർബൺ ഫേസ് ഡയഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അയൺ കാർബൺ ഫേസ് ഡയഗ്രാം, ആ ഫേസ് ഡയഗ്രാം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുന്നതിനായിട്ട് ഉപരി അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ, ഒന്ന് അതിൽ 3 റിയാക്ഷൻസ് ഉണ്ട് മെയിൻ ആയിട്ട്: യൂടെക്റ്റിക്, യൂടെക്ടോയിഡ് ആൻഡ് പെരിടെക്റ്റിക് റിയാക്ഷൻസ്. പെരിടെക്ടോയിഡ് ഉണ്ട്, അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഈ 3 റിയാക്ഷൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം, ഏത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൽ ഓരോ കോമ്പോണൻസിന്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചറുകൾ, ആൽഫ അയൺ, ഡെൽറ്റ അയൺ, ഗാമ അയൺ, ഓസ്റ്റനൈറ്റ്, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ പേരുകളും സ്ട്രക്ചറുകൾ അറിഞ്ഞിരിക്കുക. പേളൈറ്റ് എന്തിന്റെയൊക്കെ മിക്സറാണ്. പിന്നെ TTT ഡയഗ്രാം. TTT ഡയഗ്രത്തില് സ്ലോ കൂളിംഗ്, ഫാസ്റ്റ് കൂളിംഗ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഏത് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓസ് ടെമ്പറിങ്, മാർ ടെമ്പറിങ്, ഈ 2 കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റീലിന്റെ ഹീറ്റ് ഹനീലിംഗ് എന്തിനാണ് ചെയ്യുന്നത്, ടെമ്പറിങ് എന്തിനാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് നോക്കിയപ്പോൾ. അതൊക്കെ തിയറിയാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കഴിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു 6 മണിക്കൂറൊക്കെ ഈസി ആയിട്ട് പഠിക്കാം. ഒരു 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ അയൺ കാർബൺ ഫേസ് ഡയഗ്രം ഒക്കെ ഈസി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിക്കുന്നതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓരോന്നും ഓരോ ടെമ്പറേച്ചറുകളാണ് സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ ടെമ്പറേച്ചറും 726ന്റെ പ്രത്യേകത എന്താണ്, ക്യൂറി ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്തായാലും നമ്മൾ മനുഷ്യന്മാരാണ്, എന്തായാലും ഒരു ഇടയ്ക്ക് ഒരു ആഘോഷമൊക്കെ വേണം. ഇപ്പൊ ഇത്രയും ദിവസം ഞാൻ പഠിച്ചു, ഒരു 25 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. എനിക്കൊരു ഓണം ഫെസ്റ്റിവൽ വരുന്നു, ആ ദിവസവും ഞാൻ ഇരുന്ന് പഠിക്കണം? വേണ്ട. നിങ്ങൾ ആ ഒരു ഓണം ഫെസ്റ്റിവൽ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുക. ആ ദിവസം നിങ്ങൾ ഒന്നും പഠിക്കാനോ ഒന്നിനും നിൽക്കണ്ട. കാരണം നമുക്കൊരു മൈൻഡ് ഒരു റീഫ്രഷ് ചെയ്യണം, തലച്ചോറിനൊരു റെസ്റ്റ് കൊടുക്കണം, നമ്മുടെ ചിന്തകൾക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം. സോ ഓണം ഫെസ്റ്റിവൽ അടിച്ചു പൊളിക്കുക. അതാണ് 26-ാം തീയതി നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമാക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കണം ആ ഓണം ഫെസ്റ്റിവൽ. ദെൻ കംസ് 27th ആൻഡ് 28th. 27th 28th 2 ദിവസം ഒരു 6 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗിയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം. ഗിയറിൽ മെയിൻ ആയിട്ട് അറിയേണ്ടത് ഗിയറിന്റെ ടെർമിനോളജി. ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും അറിയണം. എന്താണ് അഡൻഡം, എന്താണ് ഡിഡൻഡം, എന്താണ് മൊഡ്യൂള്, സർക്കുലർ പിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ. പിന്നെ ഇന്റർഫറൻസ്, സൈക്ലോയിഡ്, അതുപോലെ തന്നെ ഇൻവല്യൂട്ട്, ഈ 2 പ്രൊഫൈൽസുകളുണ്ട്. ഈ പ്രൊഫൈൽസിന്റെ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും അറിഞ്ഞിരിക്കുക. ലോ ഓഫ് ഗിയറിങ്. ഓക്കെ. പിന്നെ ഗിയറിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ ഏതാണ്, ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ ഏതാണ്, ഓരോരുത്തരുടെയും പേരുകൾ, ഹൈപ്പോയിഡ് ഗിയർ എന്തിനാണ്, അങ്ങനെയുള്ള പേരുകൾ അറിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നോക്കി വെക്കണം. ഏതൊക്കെയാണെന്നും ക്ലാസിഫിക്കേഷൻ, ടെർമിനോളജി, അതുപോലെ തന്നെ 2 പ്രൊഫൈൽസിന്റെ കമ്പാരിസൺ, ഇത് കൃത്യമായിട്ട് നോക്കി വെക്കാം. ദെൻ 29th to 30 ഇത് വീക്കെൻഡ് ആണ്. സോ റിവൈസ് ഓൾ ദ അതർ തിങ്സ്. ഓൾസോ റിവൈസ് യുവർ ഓണം ഫെസ്റ്റിവൽ. ദെൻ 31 to 2nd September. 31 and 31 1 2. അപ്പൊ 3 ദിവസം എന്ത് ചെയ്യുക, വൈബ്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ ഏകദേശം ഒരു 9 മണിക്കൂർ ഞാനത് എക്സ്പെക്ട് ചെയ്യാണ്. കാരണം ഈ വൈബ്രേഷൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അതിൽ വിശദമായിട്ട് അവർ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഫ്രീ വൈബ്രേഷൻ. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രീ വൈബ്രേഷന്റെ കാര്യങ്ങൾ, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുലകൾ, അതിൽ തന്നെ ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ ഉണ്ട്, ലാറ്ററൽ വൈബ്രേഷൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ, ട്രാൻസ്വേഴ്സ് ആണ് ലാറ്ററൽ, അങ്ങനെയുള്ള ടോർഷണൽ വൈബ്രേഷൻ, ഇതിൻ്റെയൊക്കെ ഓരോ ടേംസുകൾ, ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ
എനർജി മെത്തേഡ് എന്ന് പറയുന്ന ഭാഗം, അതിലെ പ്രോബ്ലംസ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അതൊക്കെ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസുകളാണ്, അത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് വൈബ്രേഷനിലെ കുറച്ച് ടേംസുകളുണ്ട്, ലോഗരിതമിക് ഡിക്രിമെന്റ്, ട്രാൻസ്മിസിബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ 2 ഗ്രാഫുകളുണ്ട്, ട്രാൻസ്മിസിബിലിറ്റിയും ഫ്രീക്വൻസി റേഷ്യോയൊക്കെ തമ്മിൽ ഗ്രാഫും അതിൽ നിന്നുള്ള ഒബ്സർവേഷൻസ് ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഫോർമുലകളാണ് ഇഷ്ടം പോലെ, ആ ഫോർമുലകളുണ്ട്, അത് മെയിൻ ആയിട്ട് നോക്കി വയ്ക്കുക. എല്ലാം വിശദമായിട്ട് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് അതൊക്കെ. ആൻഡ് തേർഡും ഫോർത്തും നിങ്ങൾ എന്ത് ചെയ്യുക, മാനേജ്മെന്റ് സബ്ജക്ട്. ഇവിടെ അങ്ങോട്ട് നമുക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്, കാരണം പക്ക തിയറിയാണ്. ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എന്താ പറയാ, ഒരു തിയറി, നമ്മളൊരു കഥ പഠിക്കുന്ന പോലെ അങ്ങനെ പഠിച്ചു പോവാം. അതിൽ നമുക്ക് ചിലപ്പോൾ ഡെയിലി ലൈഫിൽ കിട്ടാവുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്തവരാണെങ്കിൽ അവിടെ നിന്ന് ആ കമ്പനിയിൽ അനുഭവിച്ച കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിലുള്ളപ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് പഠിക്കേണ്ടത്. അതിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നോക്കി വെക്കണം. അപ്പൊ ഇത്രയും പോർഷന്റെ റിവിഷൻസ് ആണ് നിങ്ങൾ 5th to 6th ചെയ്യേണ്ടത്. 5th ഉം 6th ഉം ചെയ്യേണ്ടത് വീക്കെൻഡ് ആണ്. 7th to 12th, അപ്പോൾ 7, 8, 9, 10, 11, 12 6 ദിവസം. അപ്പോൾ ഏകദേശം എത്ര മണിക്കൂറായി? 15 to 18 മണിക്കൂർ എക്സ്പെക്ട് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഞാൻ ഇത്രയും സമയം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 18 മണിക്കൂറിന് ഞാൻ പറയുന്നത് ഏകദേശ കണക്കാണ്. ചിലപ്പോൾ നിങ്ങൾ 10 മണിക്കൂറേ പഠിക്കാൻ പറ്റുണ്ടാവുള്ളൂ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് അലോട്ട് ചെയ്യുക. പ്രൊഡക്ഷന്റെ ഒരു പ്രശ്നം അഗെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രില്ലിംഗ്, മില്ലിംഗ്, എക്സെട്ര അങ്ങനെ വെറുതെ കൊടുത്തിരിക്കുകയാണ്. അതിൽ എത്ര ഡെപ്തിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് മില്ലിംഗ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും മില്ലിങ്ങിന്റെ ചിലപ്പോൾ വല്ല ക്ലാസിഫിക്കേഷൻ ആയിരിക്കും, അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു അപ്പ് മില്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അപ്പ് മില്ലിംഗ് എന്താണെന്ന് അറിയണ്ട. അപ്പോൾ ഈ മില്ലിംഗ് എന്നുള്ളൊരു വേർഡ് സിലബസിൽ വന്നതുകൊണ്ട് അവർ ആ സിലബസിന്റെ അവസാനത്ത് ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കുന്നുണ്ട്, ഇതല്ലാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുണ്ട് എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ പ്രൊഡക്ഷൻ എന്നുള്ളതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞ കാസ്റ്റിംഗ് അവർ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാസ്റ്റിങ്ങിനെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. അവർ പ്രത്യേകം ഓരോ ടൈപ്പ് കാസ്റ്റിങ്ങുകളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്ലഷ് കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ്. ഈ ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് വളരെ പ്രിസൈസ് ആയിട്ട് പല കോമ്പണൻസുകൾ നിർമ്മിക്കാൻ പറ്റുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് കാസ്റ്റിംഗ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ തിയറിയാണ്. നിങ്ങൾ തിയറി പഠിച്ചാൽ മതി, പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ആകെ 3 മാർക്ക് അതിൽ വെയിറ്റേജ് ഉള്ളു, പക്ഷേ കടൽ പോലെ പഠിക്കാനുമുണ്ട്. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ ആ തിയറി വിത്തായിട്ട് പഠിക്കാം. ഓക്കെ, ആ തിയറി നന്നായിട്ട് പഠിക്കുക. അതുപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സാൻഡ് കാസ്റ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സാൻഡ് കാസ്റ്റിംഗിന്റെ ഗേറ്റിംഗ് സിസ്റ്റം, ആ സാൻഡ് കാസ്റ്റിംഗിലേക്ക് ആ മോൾട്ടൺ മെറ്റലിനെ കൊണ്ടുവരുന്ന ആ ഒരു പാസേജ്, ആ ഗേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ, ഗേറ്റിംഗ് റേഷ്യോ ഉണ്ട്, ആ റേഷ്യോ പഠിക്കുക. അതുപോലെ തന്നെ കാസ്റ്റിംഗ് ഡിഫക്റ്റുകൾ അറിഞ്ഞിരിക്കണം. ചില സ്പെഷ്യൽ ടൈപ്പ് കാസ്റ്റിംഗ് ടെക്നിക്സുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രത്യേകതകൾ പഠിക്കുക. പിന്നെ അറിയേണ്ടത് ടിഗ് മിഗ് വെൽഡിംഗ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ്, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അത് രണ്ടും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള വെൽഡിംഗ് ടെക്നിക്സ് ആണ്. അതിനെപ്പറ്റി എന്തായാലും പഠിച്ചിരിക്കണം. ഈ പറഞ്ഞ ടേർണിങ്, ഡ്രില്ലിങ്, അങ്ങനെയുള്ള ചില പ്രോസസ്സുകൾ എന്താന്ന് അതിന്റെ ബേസെങ്കിലും പഠിക്കുക. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ അഥവാ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, സമയമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സുകളുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും വേണം. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ബേസ് പഠിച്ച് പോയാൽ കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചിലപ്പോൾ അതിൽ നിന്ന് ചോദിക്കാം. ആ ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സാവും. സോ സർഫസ് ഐഡിയ എങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളുടെ സമയം പോലെ കാര്യങ്ങൾ മാക്സിമം ഡെപ്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കൊരു ഓരോ ടോപ്പിക്കിലും എനിക്ക് വിശദമായിട്ട് പറയാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും. ഇത് ഞാനിവിടെ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ എല്ലാവരുടെയും ജീവിതം ഡിഫറെന്റ് ആണ്, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുന്ന ടൈം ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10 ദിവസം ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിൽ നിങ്ങൾ ഡിസ്ഹാർട്ടൻഡ് ആകാതെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് വൃത്തിയായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമ്മള് ബാക്കി കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല.
നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് നെക്സ്റ്റ് മൊമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു തുടങ്ങി, എന്തെങ്കിലും ഇപ്പോൾ പല അസുഖങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്, എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഒരു ആഴ്ച കയ്യിൽ നിന്ന് പോയി, അതിൽ ആ മൊത്തം സ്ട്രാറ്റജി കയ്യിൽ നിന്ന് പോകുകയല്ല, ആ ഒരു ആഴ്ച മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കി ഇനിയും സമയമുണ്ട്. ആ സമയം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മാർക്കിനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരാം. അപ്പോൾ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ് എന്ത്, പറ്റാവുന്ന കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക. ആ എഫേർട്ടിന് എന്തായാലും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതിൽ വിശ്വസിക്കുക. ഈ പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, ആ നിയമത്തിൽ വിശ്വസിക്കുക. നിങ്ങളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടിയിരിക്കും. അത് ആത്മാർത്ഥമായിട്ട് ഇടണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് മെക്കാനിക്കൽ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ഈ ടോപ്പിക്കുകളൊക്കെ സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.